അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിന്റെ പങ്കെന്താണ്? നിതിൻ എത്ര രൂപയാണ് ലോൺ ആപ്പിൽ നിന്നും പണം വായ്പയെടുത്തത്? അതിൻ്റെ പേരിൽ നിതിന് ഭീഷണിയും മാനസികമായ പീഡനവും സമ്മർദ്ദവും ഉണ്ടായിരുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും തിരിച്ചടവിന് പ്രേരിപ്പിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. ഇതിനിടെ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തു. അതേസമയം ആരോപണ വിധേയരായ അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ലോൺ ആപ്പിനെതിരെ, അതായത് ഈ നിതിൻ്റെ മരണത്തിന് ശേഷം ആദ്യം കുടുംബം ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായ പീഡനം, അതിൽ ഡോക്ടർ റാമിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കൊടിയ പീഡനങ്ങൾ, ചൂഷണങ്ങളൊക്കെയാണ് നിതിന് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ്. പക്ഷേ പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് നിതിന് മേൽ ലോൺ ആപ്പിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന ചില വിവരങ്ങൾ ലഭിച്ചത്. ഇപ്പോൾ പോലീസ് ലോൺ ആപ്പിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഏത് ആപ്പിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? നിതിന് എത്ര രൂപയായിരുന്നു ലോൺ എടുത്തത്? അതോടൊപ്പം ഏത് രീതിയിലുള്ള ഭീഷണിയാണ് ഈ ലോൺ ആപ്പിൽ നിന്നും നിതിനുണ്ടായത്? ഇതും ആത്മഹത്യക്ക് ഒരു കാരണമായതായി പോലീസ് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ടോമെ, ഇൻസ്റ്റാപേ എന്ന ആപ്പിൽ നിന്നാണ് നിതിൻ രാജ് 15,000 രൂപ ലോൺ എടുക്കുന്നത്. അതായത് ഫെബ്രുവരി ആദ്യവാരം. പിന്നീട് 5,000-ഓളം രൂപ മാത്രമാണ് ഇതിൽ തിരിച്ചടച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് തിരിച്ചടവ് മുടങ്ങിയതോടെ വലിയ തോതിലുള്ള ഭീഷണി, അതായത് സന്ദേശമായും കോളായും ഇതിന് വന്നിരുന്നു. അതോടൊപ്പം ഇതിൽ റഫറൻസ് നമ്പറായി കൊടുത്ത ലത എന്ന് പറയുന്ന അധ്യാപികയ്ക്കും സമാനമായ രീതിയിൽ ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു. അങ്ങനെ ലത എന്ന് പറയുന്ന അധ്യാപിക നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ സൈബർ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിരിക്കുന്നു. അതിന് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ ലോൺ ആപ്പിനെതിരെ തന്നെ ഇപ്പോൾ ചക്കരക്കല്ല് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നിതിന് നിരന്തരമായ ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ലോൺ തിരിച്ചെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പീഡനം ഈ ഒരു മൊബൈൽ ആപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 15,000 രൂപ 36% പലിശയാണ് ഇവർ ഈടാക്കിയിരുന്നത്. അതായത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു ലോൺ ആപ്പ് പ്രവർത്തിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തി. അങ്ങനെയാണ് സ്വമേധയാ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഏറ്റവും അവസാനമായി നടന്ന ഒരു കാരണം ഇത് തന്നെയാണ്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും ഇതിൽ വലിയ തോതിലുള്ള ഈ അധ്യാപികയ്ക്ക് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദം. അതുകൊണ്ട് തന്നെ അവർ പ്രിൻസിപ്പലിന് പരാതി നൽകുന്നു. അവിടെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം നിതിന്റെ ഫോൺ പരിശോധിക്കുന്നു, അവിടെ പിടിച്ചു വെക്കുന്നു. അതാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതിനുശേഷം 10 മിനിറ്റിനകമാണ് നിതിൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ലോൺ ആപ്പാണ്. എന്നാൽ ലോൺ ആപ്പ് മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാരണമെന്നാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ച് ഏതായാലും നാളെ നിർണായകമായ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടന്നത്. ഇതിൽ കേസിൽ പ്രതികളായ, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസിൽ പ്രതികളായ റാമും സംഗീതയും, അതായത് 7 ദിവസമായിരിക്കുന്നു നിതിൻ മരണപ്പെട്ടിട്ട്. പോലീസിന്റെ റഡാറിലൊന്നും പെടാതെ ഇവർ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നു. രണ്ടുപേരും വ്യത്യസ്ത അഭിഭാഷകർ മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള ജാമ്യ ഹർജി നൽകിയെങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് സമാനമാണ്. അതായത് ഈ ഒരു നിതിന്റെ ആത്മഹത്യയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു സമയങ്ങളിലൊന്നും നിതിനെ തങ്ങൾ വ്യക്തിപരമായോ അല്ലെങ്കിൽ അത്തരത്തിലോ വാക്കുകളോ ഒന്നും ഉണ്ടായിട്ടില്ല, തങ്ങൾ കണ്ടിട്ട് പോലുമില്ല എന്നാണ് ഈ റാമും സംഗീതയും പറയുന്നത്. അതോടൊപ്പം റാം മറ്റൊരു കാര്യം പറയുന്നത്, തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തന്നെ ഈ കേസിൽ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ കോളേജിന് പുറത്തു നടന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു നിതിന്റെ ആത്മഹത്യ കാരണമെന്നും ആ ജാമ്യ ഹർജിയിൽ നൽകിയ ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റാമിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഇടക്കാല ജാമ്യ ഹർജി കൂടി ഇതിൽ ഇവർ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം വിധി വന്നേക്കാം. അത്തരം വാദങ്ങൾ ഇന്ന് നടന്നേക്കാം. എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നത് ഈ ഒരു റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കാത്തത് തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിതിൻ രാജ് ഇങ്ങനെ കോളേജിന്റെ കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ 7 ദിവസമായിരിക്കുന്നു. ഇതുവരെ ഈ പ്രതികളെ നേരത്തെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ അത്തരം ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസിന് സാധിക്കാത്തതിൽ അതിനെപ്പോഴും പ്രതിഷേധമുണ്ട്. പക്ഷേ ഈ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നൊരു ആവശ്യം നിരന്തരം വിദ്യാർത്ഥികളുടെ ഭാഗത്ത്. പോലീസിന്റെ ഭാഗത്ത് അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചയുണ്ടോ? കുടുംബമോ സഹപാഠികളോ അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? കാരണം തുടക്കത്തിൽ ഈ
അധ്യാപകർക്കെതിരെയാണ് ആരോപണം ഉയർന്നു വന്നത്. അവർക്കെതിരെ കേസെടുത്തു. പക്ഷേ പോലീസ് തിടുക്കപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത് ലോൺ ആപ്പിനെതിരെയാണ്. ഈ ഡോക്ടർ എം കെ റാമിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ഈ ജാമ്യത്തിനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണോ? കാരണം പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത്തരമൊരു ആക്ഷേപം സഹപാഠികളോ കുടുംബമോ ഉന്നയിക്കുന്നുണ്ടോ? ഈ കേസ് അട്ടിമറിക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? ടോമെ, അന്വേഷണത്തിൽ വീഴ്ചയുണ്ടോ എന്ന കാര്യത്തിനപ്പുറം ഇതിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രയും ദിവസമായിട്ടും ഈ പ്രതികൾക്കെതിരെ, അതായത് ഡോക്ടർ റാമിനും അതുപോലെ തന്നെ സംഗീതക്കുമെതിരെ വലിയ വകുപ്പുകൾ, അതായത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ട്, അതോടൊപ്പം SC/ST ആക്ട് തടയൽ നിയമം, അങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവരെ ചോദ്യം ചെയ്യാനോ ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇവരിൽ നിന്നും തേടാനോ അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഒരു പക്ഷേ ഈ കേസിൽ പല സങ്കീർണതകളും ഉണ്ടായേക്കാം. നമ്മൾ തുടക്കത്തിൽ കേൾക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റു കാര്യങ്ങൾ. ഏതായാലും അതൊക്കെ പോലീസ് വിശദമാക്കേണ്ടതാണ്. എന്താണ് ഇത്രയും ദിവസത്തെ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ സാധിച്ചതെന്ന്. CCTV ദൃശ്യങ്ങൾ നിർണായകമാണ്. ഈ ഒരു പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം നിർണായകമാണ്. അപ്പോഴും ഇതിൽ യഥാർത്ഥ കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലോൺ ആപ്പ് ഒരു പ്രശ്നം കൊണ്ട് മാത്രം നിതിൻ അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന തോന്നില്ല. കാരണം നിതിന്റെ വന്ന ശബ്ദ സന്ദേശങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബോൾഡാണ്. അത് മറ്റു സഹപാഠികളും പറയുന്നുണ്ട്. നിതിൻ എല്ലാ കാര്യത്തിലും ബോൾഡാണ്. മാത്രമല്ല ഈ റാം ഇത്തരത്തിൽ അധിക്ഷേപിക്കുമ്പോഴും തിരിച്ച് റാം അതിൽ പ്രതികരിച്ചു, വലിയ തോതിൽ വൈകാരികമായി തന്നെ പ്രതികരിച്ചു എന്നാണ് സഹപാഠികളൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് മുകളിൽ ഒരു 15,000 രൂപ മാത്രം ഉള്ള ഒരു ലോൺ ആപ്പിൽ നിതിൻ അതിന് മാത്രമായി നിതിൻ ആത്മഹത്യ ചെയ്യുമെന്ന ചോദ്യമാണ് കുടുംബം ചോദിക്കുന്നത്, അതോടൊപ്പം ഈ സഹപാഠികളും ചോദിക്കുന്നത്. അപ്പോൾ അതിനപ്പുറം ചില പ്രശ്നങ്ങളുണ്ട്. ഈ റാമിൽ നിന്നും വലിയ തോതിലുള്ള അധിക്ഷേപം നേരിട്ടു എന്നതും വാസ്തവമാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ മറ്റെന്തോ പ്രശ്നം റാമിനുണ്ട്. അത് ഇനി പോലീസാണ് പറയേണ്ടത്. കാരണം വലിയ തോതിൽ 7 അംഗ സംഘത്തെയൊക്കെ രൂപീകരിച്ച് തിരുവനന്തപുരത്ത് പോയി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി വിപുലമായ അന്വേഷണം, സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് അന്വേഷിക്കുന്നത്. നിതിൻ രാജ്, അതായത് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ മേൽനോട്ടത്തിലുള്ള വലിയൊരു സംഘമാണ് പ്രവർത്തിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നത് ഒരുപക്ഷെ നാളെ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ നമുക്കതിൽ ഒരു വ്യക്തത വരൂ. കാരണം ഇത് സങ്കീർണതകൾ ഒരുപാടുണ്ട്. നമുക്കും ഈ കേസിലെ പല കാര്യങ്ങളും അറിയുമ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് പങ്കുവെക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. കാരണം അത് പോലീസ് ഔദ്യോഗികമായി പറയേണ്ടതാണ്. അത് നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും മറ്റു പല പ്രശ്നങ്ങളും നിതിൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതെല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോൾ താങ്ങാനാവാതെ ഒരു സമ്മർദ്ദത്തിലായിരിക്കണം നിതിൻ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് വഴി തെരഞ്ഞെടുത്തത്. താൻ എന്ത് സംഭവിച്ചാലും ആരെന്ത് പറഞ്ഞാലും താൻ ഡോക്ടറായി മാത്രമേ പുറത്തിറങ്ങൂ എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലത്തെ സംഭാഷണം തന്നെ അതിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം നിതിൻ അങ്ങനെ ഒരു ലോൺ ആപ്പിൽ 15,000 രൂപ മാത്രം എടുത്തതുകൊണ്ട് അത് ഫെബ്രുവരിയിൽ എടുത്തതാണ്. വലിയ കാലയളവൊന്നും ആയിട്ടില്ല അതിന്റെ തിരിച്ചടവ് മുടങ്ങിയിട്ട്. 3-4 മാസമായുള്ളൂ അത് തിരിച്ചടവ്. അത് അവർക്ക് ഒരുപക്ഷെ ഈ ലത എന്ന് പറയുന്ന ടീച്ചർ അത്രത്തോളം നിതിനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിച്ച നിതിന്റെ അത്രയും നല്ലൊരു ശിഷ്യനായി നിതിനെ കാണുന്ന ഒരു അധ്യാപിക കൂടിയാണ് ലത എന്ന് പറയുന്നത്. അവർക്ക് വലിയ തോതിലുള്ള മാനസിക വിഷമം ഈ ഒരു മൊബൈൽ ആപ്പ് വഴി ഈ നിതിൻ പണം എടുത്തത് അവർക്കുണ്ടായിരുന്നത് ശരിയാണ്. കാരണം 9-ാം തീയതി നിതിന്റെ ഫോണിലേക്ക് 98 കോളുകൾ വന്നിരുന്നു. അതിൽ സന്ദേശങ്ങളും അതുപോലെ തന്നെ കോളുകളും ഒക്കെയായി വലിയ സമ്മർദ്ദം നിതിൻ നേരിട്ടിരുന്നു. അത് വാസ്തവമാണ്. അതോടൊപ്പം ഈ അധ്യാപികയുടെ മൊബൈലിലേക്കും 26 കോളാണ് ആ ഒരു ദിവസം മാറ്റി വന്നത്. 10-ാം തീയതിയാണ് നിതിൻ ആത്മഹത്യ ചെയ്യുന്നത്. 10-ാം തീയതി എന്ന് വെച്ചാൽ ഉച്ചയോട് കൂടിയാണ്, ഈ ഏകദേശം ഈ സമയമാകുമ്പോഴാണ് നിതിൻ ആത്മഹത്യ ചെയ്യുന്നത്. ഏതായാലും ഇതിൽ ഒരുപാട് വസ്തുതകൾ വരാനുണ്ട്. അതൊരു പക്ഷേ നാളെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ലോൺ ആപ്പിന്റെ ഭീഷണി മാത്രമാണോ നിതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന കാര്യവും വിശദമായി പരിശോധിക്കേണ്ടതാണ്. KB ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, നമുക്കറിയാം ഇന്ന് ആരോഗ്യ സർവകലാശാലയിലെ അന്വേഷണ സമിതി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഗവർണർ ഉൾപ്പെടെ ഇടപെട്ടൊരു സംഭവ പശ്ചാത്തലം കൂടിയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ സമിതി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ചോദിച്ചറിഞ്ഞത്? പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികൾ ഡോക്ടർ റാമിനെതിരെയും ഡോക്ടർ സംഗീതയ്ക്കെതിരെയും മൊഴി നൽകിയിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്? ടോമെ, ആരോഗ്യ സർവകലാശാല വിഭാഗത്തിലെ ആളുകളാണ് ഇന്ന് ഇത്തരത്തിൽ തെളിവെടുപ്പിനെത്തിയത്. അതിൽ പ്രധാനമായും ഈ വിദ്യാർത്ഥികളിൽ നിന്നുള്ള മൊഴി എടുത്തിട്ടുണ്ട്. അതിൽ നിതിൻ രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതോടൊപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഈ കോളേജിൽ നേരിടുന്നതായി വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചിരുന്നു. നമ്മൾക്കൊക്കെ അവർ അത്തരത്തിലുള്ള ബൈറ്റ് തന്നതാണ്. അതായത് ഈ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുപാട് നമ്മളോട് പറയാത്ത കുറെ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം
ഈ കമ്മീഷന് മുമ്പിൽ ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കമ്മീഷൻ ഇനി നാളെയും കൂടി ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് നടത്തുന്നതാണ് പറയുന്നത്. അതായത് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ ജീവനക്കാരിൽ നിന്നുമൊക്കെ ഇവർ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കാരണം ഇത് ഗവർണർ നേരിട്ട് ഇടപെട്ട് ഗവർണറുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം വന്ന ഒരു സംഘമാണ്. അത് വളരെ ഗൗരവമുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു തെളിവെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ഈ കോളേജിന്റെ അംഗീകാരം വരെ നഷ്ടപ്പെട്ടേക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. കാരണം അത്ര കടുത്ത നടപടികളിലേക്ക് ഒരുപക്ഷെ ഗവർണർ കടന്നേക്കാം. കുടുംബത്തിന്റെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ ആ റിപ്പോർട്ടും ഗവർണർക്ക് കൈമാറിയിരുന്നു. നാളത്തെയും കൂടി തെളിവെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റന്നാൾ തന്നെ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഇതിൽ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇതിലൊരു പ്രതികരണം ഉണ്ടാവും. അത് ഈ കോളേജിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഭൂമി സംബന്ധമായ പ്രശ്നമുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നേരത്തെ ഉണ്ടായ പല കോളേജുകളും അവിടെ നിന്നും അംഗീകാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാസർഗോഡ് ഉണ്ടായിരുന്ന സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന ഇതേ മാനേജ്മെന്റ് കീഴിലുള്ള സ്ഥാപനം അടച്ചുപൂട്ടുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ മാനേജ്മെന്റ് തലത്തിൽ വലിയ ഉദാസീനത, ഈ കുട്ടികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇവർ നേരിടുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് ഗവർണറുടെ ഒരു തീരുമാനം വളരെ നിർണായകമായിരിക്കും. ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോളേജിന്റെ അംഗീകാരം പോലും റദ്ദാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു തെളിവെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അധ്യാപകരുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അവിടെയുള്ള ജീവനക്കാരുടെ മൊഴി കൂടി മറ്റ് ജീവനക്കാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇന്നും നാളെയും 2 ദിവസമാണ് ഈ സംഘം ഈ തെളിവെടുപ്പ് നടത്തുക. അതിനുശേഷം തിങ്കളാഴ്ചയോടുകൂടി ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും ആ റിപ്പോർട്ട് വളരെ ഗൗരവമായിരിക്കും. അതിൽ ഗവർണർ എടുക്കുന്ന നടപടിയും വളരെ ഗൗരവമായിരിക്കും. അത് അടുത്ത ആഴ്ചയോടുകൂടി അത്തരം നടപടികളിലേക്ക് കടക്കും. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഈ അധ്യാപകരിൽ നിന്നും നിരന്തരം പല വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇവർ ഈ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ രക്ഷിതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ റാമിനെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തോമേ, ഈ റാമിനെ പുറത്താക്കി എന്ന് ഇന്നലെ കോളേജ് അധികൃതർ വ്യക്തമാക്കി. പക്ഷേ ഈ സമയം വരെ ഇതിൽ ഔദ്യോഗികമായ ഒരു രേഖ കോളേജിൽ നിന്നും പുറത്തുവിട്ടിട്ടില്ല. ഈ ആരോപണ വിധേയനായ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കണമെന്നാണ് പ്രധാന ആവശ്യം അടുത്ത വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ നിതിന്റെ കുടുംബത്തിനെയും. ഇത് ഒരുപക്ഷെ ഇത് തണുപ്പിക്കാൻ, ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ ഇയാളെ പുറത്താക്കി എന്ന് വാക്കാൽ പറഞ്ഞതാണോ അതല്ല ഇതിപ്പോൾ രേഖയായി ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോഴും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഒത്തുകളി നടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. അത് തന്നെയാണ് വിദ്യാർത്ഥികളും ആരോപിക്കുന്നത്. ഇതിൽ മാനേജ്മെന്റും ഈ കോളേജ് അധികൃതരും കൃത്യമായി ആരോപണ വിധേയരായ ആളുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പ്രിൻസിപ്പളിനെ പുറത്താക്കിയെന്ന വലിയ വാർത്ത നമ്മളൊക്കെ നൽകിയാണ്, ഇപ്പോഴും നമ്മൾ നൽകുന്നതാണ്. പക്ഷേ ഔദ്യോഗികമായി നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ രേഖയോ പുറത്തിറങ്ങിയതായി കാണുന്നില്ല. എന്തായാലും ഇതിൽ ഇന്നിന് ജാമ്യം, ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുമോ, കോടതി എന്തായിരിക്കും ഇതിൽ ഒരു ഉത്തരവ് നൽകുക, അത് വളരെ പ്രധാനമാണ്. ഇതിൽ ഇടക്കാല ജാമ്യ ഹർജിയുടെ പരിഗണന ഡോക്ടർ റാമിനെയും സംഗീതയും സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ദിവസമാണ് ഇന്നലെ ഡോക്ടർ റാമിനെ കോളേജിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങിയേക്കും. അതിനിടെ ആരോഗ്യ സർവകലാശാലയിലെ അന്വേഷണ സമിതി കോളേജിലെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ അധ്യാപകരിൽ നിന്നും മറ്റ് ജീവനക്കാരിൽ നിന്നും മൊഴിയെടുക്കുകയാണ്. എന്തായാലും നിതിന് നീതി കിട്ടണമെന്ന് കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഇത് ഈ അധ്യാപകരുടെ ഭീഷണി മാത്രമാണോ, ചൂഷണം മാത്രമാണോ? അതിനപ്പുറം ലോൺ ആപ്പിൻ്റെ ഭീഷണിയും ഇതിന്മേൽ ഉണ്ടായിരുന്നു. അതിലേക്കാണ് പോലീസിന് അന്വേഷണം നീങ്ങുന്നത്. പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ ആരാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.